ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അലീഷാസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക കൊണ്ടുള്ള ഒരു അടിപൊളി തീയലാണ്. നല്ല ടേസ്റ്റുള്ള ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഒക്കെ കൂട്ടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കറിയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് വെണ്ടയ്ക്ക 2 ഇഞ്ച് നീളത്തിൽ ഒരേപോലെ കട്ട് ചെയ്തെടുക്കുക. 200 ഗ്രാം വെണ്ടയ്ക്കയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇനി വേണ്ടത് ഒരു സവാളയാണ്. അത് കുറുക്കെ മുറിച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഒരു തക്കാളി, അതും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ 2 പച്ചമുളക്, കുറച്ച് പുളി, ഒരു 10-15 ഗ്രാം പുളി വെള്ളത്തിലിട്ട് വെക്കുക. ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ ഒഴിക്കാം. ഓയിൽ ഒഴിച്ചിട്ട് ഇനി ഇതിലേക്ക് ഇടുന്നത് ഉലുവയാണ്. അപ്പം ഒരു ചെറിയ സ്പൂണ് 1 സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ ഇടുമ്പം നിങ്ങൾക്ക് ആ കറി വെക്കുമ്പോൾ അറിയാം അതിൻ്റെ നല്ല മണവും ടേസ്റ്റും ഒക്കെ ഉലുവ വെന്ത് വരുമ്പം കിട്ടും. ഉലുവ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാളയും പച്ചമുളകും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. സവാള വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. സവാളയും തക്കാളിയും പച്ചമുളകും ഒക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വെണ്ടയ്ക്ക ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെണ്ടയ്ക്ക ഒരുപാട് ഇളക്കി ഉടച്ച് കളയരുത്. ഇനി ഇതിലേക്ക് 2 തണ്ട് കറി ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. വെണ്ടയ്ക്ക അല്പം ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിതിലോട്ട് മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി. ഞാനിപ്പോൾ മുളക് പൊടി വളരെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ, കാരണം ഇത് നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ്. നിങ്ങളിപ്പം കാശ്മീരി മുളക് പൊടിയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് 2-3 സ്പൂണൊക്കെ കൂടുതലിടാം, കാരണം എരിവ് കുറവല്ലേ. മസാലയൊക്കെ നല്ലതുപോലെ ചേർത്തിളക്കുക. ആ ഒരു പച്ച ടേസ്റ്റ് മാറിക്കഴിയുമ്പം ഇതിലേക്ക് പുളി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ പുളി പിഴിഞ്ഞ് ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാം. 10 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. കറി നല്ലതുപോലെ തിളച്ച് വറ്റിയിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടി അല്ലാത്തത് കൊണ്ടാണ് നമ്മളെ കറിക്ക് കുറച്ച് കളർ കുറവുള്ളത്. ഇങ്ങനെയൊന്ന് 2-3 മിനിറ്റ്സ് ലോ ഫ്ലെയിമിലൊന്ന് വെക്കുക. കുറച്ച് വെള്ളം വറ്റാൻ വേണ്ടിയിട്ടാണ്. ആ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമുള്ള കടു വറുക്കാം. കടുക്, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, വറ്റൽമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ടൊന്ന് ഫ്രൈ ചെയ്ത് ഈ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ എന്ന ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കറി നല്ല വറ്റിയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. കടു താളിച്ചൊഴിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വെണ്ടയ്ക്ക തീയൽ റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഒക്കെ കൂട്ടാൻ പറ്റിയ നല്ല കറിയാണ്. ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പം വെണ്ടയ്ക്ക ഇടുമ്പോൾ വെറും വിഴുക്ക് വരട്ടുക മാത്രം ചെയ്യാതെ ഇതുപോലെ തീയലുണ്ടാക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.